എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ ബഹുപദങ്ങളും സമവാക്യങ്ങളും അഥവാ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ സെറ്റ് ഓഫ് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് വർക്ക്ഔട്ട് ചെയ്യായിരുന്നു അല്ലെ. അപ്പൊ ആദ്യത്തേൽ നമ്മളൊരു 4 നമ്മളിവിടെ നമ്മുടെ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഒരു 2 കൂടിയും കിടക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നത്, ഹോംവർക്ക് ആയിട്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നതായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് അതായത് നമ്പേഴ്സ് വെച്ചിട്ടായിരുന്നുണ്ടെങ്കിൽ ഇവിടെ ആരുണ്ട്, എക്സ് ഒക്കെ വരുന്ന ആൾജിബ്രൈക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്കിവിടെ ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യം നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ എക്സ് പ്ലസ് എന്റെയും എക്സ് പ്ലസ് ബിന്റെയും സ്ഥാനത്ത് ഇവിടെ വന്നിട്ടുള്ള എന്താണ്? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5 എന്ന് പറയുന്നതാണ് വന്നിട്ടുള്ളത് അല്ലെ. ഇതിനെ നമുക്ക് ഈ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ എ എന്ന് എഴുതിയ സ്ഥാനത്ത് ആര് കിടക്കുന്നുണ്ട്? 2 കിടക്കുന്നുണ്ട്. ബി എന്ന് എഴുതിയോടത്ത് എന്തും കിടക്കുന്നുണ്ട്? 5 കിടക്കുന്നുണ്ട്. ഇത് മാത്രമാണ് വ്യത്യാസം അല്ലെ. അപ്പൊ എക്കും ബിക്കും പകരം നമുക്ക് എന്തിട്ട് കൊടുത്താൽ മതി? 2ഉം 5ഉം അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി കഴിഞ്ഞു. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യം എക്സ് സ്ക്വയർ അങ്ങനെ തന്നെ കിടന്നോട്ടെ, പ്ലസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2a പ്ലസ് 5 എന്ന് എഴുതാം, ഇൻറ്റു എക്സ് അങ്ങനെ തന്നെ കിടക്കട്ടെ, പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ആണ്. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 5. ഓക്കെ ആണല്ലോ. സോ നമുക്കിവിടെ ആദ്യം എക്സ് സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. 2ഉം 5ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 7 അപ്പൊ നമുക്ക് അവിടെ എന്ത് എഴുതാം? 7x എന്ന് എഴുതാം. പ്ലസ് 2 ഇൻറ്റു 5 പറയുമ്പോൾ എത്രയാണ്? 10. പരിപാടി കഴിഞ്ഞു. എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് എത്തി. ഓക്കെ ആണല്ലോ. ദെൻ രണ്ടാമത് കിടക്കുന്നത് ആരാണ്? എക്സ് പ്ലസ് 2ഉം കിടക്കുന്നുണ്ട്, അതേപോലെ തന്നെ എക്സ് മൈനസ് 5ഉം കിടക്കുന്നുണ്ട്. ഇവിടെ എന്ത് വന്നു? ഒരു മൈനസ് വന്നു അല്ലെ. മൈനസ് വന്നു കഴിഞ്ഞാൽ ചെറിയ 1-2 മാറ്റങ്ങൾ ഉണ്ടാവും. അതെന്താണെന്നുള്ളതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ആദ്യം ആര് കിടക്കുന്നുണ്ട്? എക്സ് സ്ക്വയർ കിടക്കുന്നുണ്ട്, അതിൽ വ്യത്യാസമൊന്നുമില്ല. പ്ലസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ 2 ആണ് അല്ലെ. ഇനി പ്ലസ് എന്ത് ചെയ്തു? ബി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 5 ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 5 ആണ്. ഇൻറ്റു എക്സ് പ്ലസ് എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ബി എന്താ? എ എന്ന് പറയുന്നത് 2 ആണ്, ബി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 5 ആണ്. ഓക്കെ ആണല്ലോ. സോ നമ്മള് എക്സ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് മൈനസ് 5. അപ്പൊ 2ഉം മൈനസ് 5ഉം അവർ ഒരെണ്ണം പ്ലസ് ആണ്, ഒരെണ്ണം എന്താണ്? മൈനസ് ആണ്. ഒരെണ്ണം പോസിറ്റീവ് നമ്പർ ആണ്, മറ്റേത് എന്താണ്? നെഗറ്റീവ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ ചെയ്യാം? ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും വരികയാണെന്നുണ്ടെങ്കിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. അതായത് ഇതിൽ 2ആണോ 5ആണോ വലുത്? 5ആണ് വലുത്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ 5ൽ നിന്ന് എത്ര കുറയ്ക്കുക? 2 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 3 കിട്ടും. ഇനി വലുതിന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് ആണ്. അപ്പൊ ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, 5ന്റെ ചിഹ്നം എന്ന് പറയുന്നത് മൈനസ് അല്ലേ, അപ്പൊ ഒരു മൈനസ് കൂടി ഇട്ട് കൊടുക്കുക. ദെൻ ഇൻറ്റു എന്തുണ്ട്? എക്സ് ഉണ്ട്, പ്ലസ് ഇനി 2 ഇൻറ്റു മൈനസ് 5 പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 10 ആണ്. ഇതിനൊന്ന് വൃത്തിയാക്കി നമുക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ഈ മൈനസും പ്ലസും കൂടി നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് 3x എന്ന് എഴുതാം. എഴുതിക്കൂടെ? അതുപോലെ തന്നെ ഈ മൈനസും പ്ലസും കൂടി നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് 10 എന്ന് എഴുതാം. ഇതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ചോദ്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം അല്ലെ. അടുത്ത സ്ലൈഡിൽ എന്താ പറയുന്നത് നോക്കാം. എന്താണ്? എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2. സോറി, എന്തായിരുന്നു? എക്സ് പ്ലസ് 5. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിലും നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് 2 പ്ലസ് 5 വരില്ലേ. എ എന്ന് പറയുന്നത് മൈനസ് 2 ആണ്, ബി എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്ന് പറയുമ്പോൾ മൈനസ് 2 ഇൻറ്റു 5. ഓക്കെ ആണല്ലോ. സമം എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെയും ഒരു സംഖ്യ മൈനസും മറ്റേ സംഖ്യ എന്താണ്? പ്ലസും ആണ്. അപ്പൊ വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കുക. വലുതെന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. 5ൽ നിന്ന് 2 കുറച്ചാൽ 3 വരും. വലുതിന്റെ ചിഹ്നം പോസിറ്റീവ് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒന്നും പ്ലസ് ഇടേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ 3x പ്ലസ് മൈനസ് 10 ആണ് വരിക അല്ലെ. മൈനസ് 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് മൈനസ് 10 ആണ്. ഓക്കെ ആണല്ലോ. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 10. ഇതാണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5. ഇവിടെ രണ്ടും എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ. എക്സ് മൈനസ് 2 ആണ്, എക്സ് മൈനസ് 5 ആണ്. നോക്കാം. ആദ്യം ആരെന്നെ? എക്സ് സ്ക്വയർ പ്ലസ്
-2 പ്ലസ് -5 ഇൻറ്റു എക്സ് പ്ലസ് -2 ഇൻറ്റു -5. എയും ബിയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ വേറെ ഒന്നിനെ പറ്റിയിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എ എന്താണ് ബി എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ x-2 ഇൻറ്റു x-5 വരുമ്പോ എ എന്ന് പറയുന്നത് -2 ആണ്, ബി എന്ന് പറയുന്നത് -5 ആണ്. ഓക്കെ ആണല്ലോ. സോ x² പ്ലസ് -2 പ്ലസ് -5 ഇൻറ്റു എക്സ് പ്ലസ് -2 ഇൻറ്റു -5. ഓക്കെ, സമം. ഇനി x² നമ്മൾ അങ്ങനെ തന്നെ എഴുതി പ്ലസ്. ഇനി -2 പ്ലസ് -5 -2ഉം -5ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ -7x ആ വരിക. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് കൂട്ടുകയാണ് അല്ലെ. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് കൂട്ടുക എന്ന് പറയുമ്പോൾ കിട്ടുന്നത് എന്തെന്നെയായിരിക്കും? നെഗറ്റീവ് തന്നെ ആയിരിക്കും. അപ്പൊ ആ നമ്പേഴ്സിനോട് കൂട്ടിയിട്ട് ഒരു നെഗറ്റീവിന്റെ സൈൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 2ഉം 5ഉം കൂടി കൂട്ടിയാൽ 7 ആണ്. ഒരു മൈനസും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ -7x എന്ന് വരും. ഓക്കെ, ഇനി പ്ലസ്. ഇനി -2 ഇൻറ്റു -5. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എത്ര വരിക? 10 വരിക. ഓക്കെ, എന്താ പറഞ്ഞത്? മൈനസ് ഇൻറ്റു മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? പ്ലസ് ആണ്. മൈനസ് ഇൻറ്റു പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? മൈനസ് ആണ്. ഇനി പ്ലസ് ഇൻറ്റു പ്ലസ് ചെയ്താലോ? പ്ലസ് ആണ്. അപ്പൊ രണ്ടും പോസിറ്റീവ് വന്നാലും രണ്ടും നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും കിട്ടുന്ന ഉത്തരം പോസിറ്റീവ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും വന്നു കഴിഞ്ഞാല് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇതിനും കൂടി ഒന്ന് വൃത്തിയാക്കി നമുക്ക് എഴുതണ്ടേ? x² മൈനസ് 7x പ്ലസ് 10 എന്ന് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടിവരട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ.